വിദ്യാസാഗർ ഈ ബർത്ത് കൺട്രോൾ അല്ലേ, അതുകൂടി റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ അല്ലേ? ഇത്തരം സംഭവങ്ങൾ അതുകൂടി ഓർമ്മിപ്പിക്കുകയല്ലേ? ഇപ്പോൾ ഒരു രാജ്യത്ത് ഒരു നിയമം നിർമ്മിക്കുമ്പോൾ ജനതയുടെ ഒരു പരിച്ഛേദം, ആ ജനത എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിഭവ ശേഷി എത്രത്തോളം ഉണ്ട്, എത്ര കുഞ്ഞുങ്ങളെ നമുക്ക് ഇനിയും പഠിപ്പിക്കുവാനും ജോലി കൊടുക്കുവാനും അല്ലെങ്കിൽ മറ്റ് പൊതു രംഗങ്ങളിൽ എത്തിക്കുവാനും കഴിയും. ഒരു രാജ്യത്തിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം തകർന്നു പോകും. അത് ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷൻ നടക്കും. ഭാരതം ഓൾറെഡി ഓവർ സ്റ്റഫ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ പഞ്ചായത്തും നോക്കൂ നിങ്ങൾ, ജനങ്ങൾ ക്രൗഡഡ് ആണ്. പക്ഷെ ഇസ്ലാം മതത്തിന്റെ ഒരേ ഒരു ദൃഷ്ടി എന്ന് പറയുന്നത് പരമാവധി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് ആ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കുക. കാരണം ജനാധിപത്യപരമാണെങ്കിലും അല്ലാത്തൊരു ഡേറ്റ് ആയിലൂടെ ആണെങ്കിലും ജനസംഖ്യ വളരെ പ്രധാനമാണെന്ന് അവർക്കറിയാം. ആളെണ്ണം കൂടുന്നതനുസരിച്ചിട്ട് മതം വളരുമെന്നും ആ മതം മറ്റു മതങ്ങളെക്കാൾ വളർന്നാൽ പെർസെൻറ്റേജ് അപ്പോൾ അവിടെ അട്ടിമറി ഭരണം കൊണ്ടുവരാമെന്നുള്ളത് ഇവരുടെ പണ്ട് മുതലേ ഉള്ള ഒരു പ്രയോഗിച്ച് സിദ്ധിച്ച ശാസ്ത്രമാണ്. അപ്പൊ അതിലേക്ക് നിന്നു കൊടുക്കാതെ ഈ സർക്കാരുകൾ ചെയ്യേണ്ടത്, 2 കുട്ടികൾക്ക് അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പുരുഷന് ഈ നേരത്തെ പറഞ്ഞ പോലെ നിർബന്ധിത ഷണ്ഡീകരണം പോലും ആലോചിക്കേണ്ട. ഞാനിപ്പോ പറയുമ്പോ തമാശയായിട്ട് തോന്നും, നോക്കിക്കോളൂ ഈ അവസ്ഥയിലേക്കാണ് ലോകം മുഴുവൻ പോകുന്നത്. ഇതൊരു അത്ഭുതകരമായ അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത അത്ര വലിയൊരു ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷനിലേക്കാണ് പോകുന്നത്. ജനസംഖ്യ അതുകൊണ്ടാണ് സാർ ഒന്ന് കേറിക്കോട്ടെ, അത് ഇതിൽ കട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഹിന്ദു ഡോക്ടറിന്റെ അടുത്ത് സ്ത്രീകളെ പറഞ്ഞേക്കാത്തത്. പ്രസവിക്കുന്ന കൂടെ അവർക്ക് ഇനി കുട്ടികളില്ലാതിരിക്കാനുള്ള വന്ധീകരണം കൂടി ചെയ്ത് കളയും അറിയാതെ എന്ന് വിചാരിച്ചിട്ടാണ് ഹിന്ദു ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് മുസ്ലിം സ്ത്രീകൾ പോവാൻ പാടില്ല പറയുന്നത്. വീട്ടിൽ വെച്ച് പ്രസവിക്കുന്ന അതുകൊണ്ടാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത്, എന്റെ അടുത്തൊരു സുഹൃത്ത്, ഞാൻ അവരോട് മുസ്ലിം സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, അയാൾക്ക് 5 കുട്ടികളാണ്. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ പറയുന്ന അള്ളാഹു തന്നതാണെന്ന് പറയുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഇണയോട് കാമം ജനിക്കുകയും ഇണയെ പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ടായ ഒരു കുട്ടി ആരോ തന്നതാണെന്ന് പറയുന്നത് തന്നെ ഒരു അപമാനമല്ലേ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് കൊള്ളാത്തോണ്ടാണ് നിങ്ങളെ അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നിലും അരയിലും ഒക്കെ ആയിപ്പോ. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല. 1 മില്ലിമീറ്റർ ശുക്ലത്തിൽ 20 മുതൽ 150 മില്യൺ വരെ സ്പേംസ് ഉണ്ട്. അതിൽ ഒരു ബീജമാണ് കുഞ്ഞായിട്ട് പരിണമിക്കുന്നത്. അത് ചേർന്നിട്ട്, അണ്ടത്തോട് ചേർന്നിട്ട് ഇനി എല്ലാം ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഒരു തുള്ളി ശുക്ലം കൊണ്ട് അത് ഓരോ ബീജം ഓരോ ഗർഭപാത്രത്തിൽ വെക്കാൻ പറ്റിയ നിങ്ങൾ സന്തോഷിച്ചേനെ. പക്ഷെ ഇതിനൊക്കെ ആര് ചെലവ് കൊടുക്കും? ഈ ലോകം തകർന്നു പോവില്ലേ? അതൊക്കെ പഠിച്ചോ നോക്ക്. ആ പടച്ചോൻ ഒരു കുന്തവും നോക്കില്ല. പടച്ചോൻ നോക്കുന്ന കാര്യം ഞാൻ പറയാം. ഈ ഒരു മിത്തിക്കൽ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിലുണ്ടായ ഒരു ഭാവനയെ കോടാനുകോടി ജനങ്ങളിലേക്ക് അവർക്ക് മാനസികമായ ആശ്രയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് അള്ളാഹു എന്നോ കർത്താവെന്നോ ഈശ്വരനെന്നോ എന്ത് പേരിലും വിളിച്ചോളൂ, അതിലൊന്നും തെറ്റില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ട് രാജ്യദ്രോഹമാവുകയും അത് നിങ്ങൾ ദൈവം തന്നെന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇവിടെ ഞാൻ പറയുന്നത്, ഒരു ബ്രെഡ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ 5 പേരുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾക്കിത് 5 പേർക്കും എത്തിക്കാൻ പറ്റണം. അവിടെയാണ് വിഭവശേഷിയുടെ സമർത്ഥമായ വിനിയോഗം നടക്കുന്നത്. അപ്പൊ എന്റെ വീട്ടിൽ തന്നെ 5 പിള്ളേരുണ്ട്, പിന്നെ അയൽക്കാരനെ ഞാൻ അങ്ങനെ കൊടുക്കും. അപ്പൊ ഇവർക്ക് ആ ചിന്ത പോയിട്ടില്ല. ഇവരെ സംബന്ധിച്ച് ഇവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മത നിയമങ്ങളാണ് എല്ലാറ്റിനേക്കാളും പ്രധാനമെന്ന് പറയുകയാണ്. നേരത്തെ പറഞ്ഞില്ലേ, KM ഷാജിയൊക്കെ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞല്ലോ. ഈ KM ഷാജിയുടെ പാർട്ടി തന്നെയാണ് ഈ ടെക്സ്റ്റ് ബുക്കിനെതിരെ സമരം നടത്തിയിട്ട് അതിലൊന്നുമില്ലാത്ത ഒരു അഗസ്റ്റിനെന്നോ മറ്റും പറഞ്ഞ അധ്യാപകനെ ചവിട്ടിക്കൊന്നത്. ലീഗിന്റെ പ്രവർത്തകരാണ്, യൂത്ത് ലീഗുകാരാണ്. ഓർക്കുന്നുണ്ടോ അത് അനിൽജി? അതെ. ടെക്സ്റ്റ് ബുക്ക് വിവാദം, MA ബേബിയുടെ മതമില്ലാത്ത ജീവൻ എന്ന പാഠഭാഗം വന്നപ്പോ ഇവർ സമരം നടത്തിയപ്പോ അവിടെ അതിലൊന്നും പെടാതെ എന്തോ പെൻഷൻ വാങ്ങാനോ മറ്റും വന്ന ഒരു അധ്യാപകനെ ഇവർ ചവിട്ടിക്കൊന്നു. അതായത് മതത്തിന്റെ പേരിൽ എന്ത് ക്രൗര്യവും ചെയ്യുക, രാജ്യദ്രോഹം ചെയ്യുക, കള്ളനോട്ടടിക്കുക, ഹുണ്ടി എക്സ്ചേഞ്ചുകൾ നടത്തുക എന്ന് മാത്രമല്ല മലദ്വാരത്തിൽ ഈ പറഞ്ഞ പോലെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന വിധത്തിൽ സ്വർണം കടത്തുക, എല്ലാ വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിയിട്ട് ഞങ്ങൾ വിശുദ്ധന്മാരാണ്, ഞങ്ങളുടെ ദൈവം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പരമകാരുണികനാണ്. ഞാൻ ഒരൊറ്റ ചാലഞ്ചാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്. അത് പക്ഷെ ആ ചാലഞ്ചിൽ ഞാൻ അടക്കമുള്ള ഒരു പട്ടിണി നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആരും ചാലഞ്ച് ചെയ്യാത്തത്.
ഒറ്റ ചാലഞ്ചാണ്. ഞങ്ങൾ ഒരു 10 ദിവസം മാറി നിൽക്കാം. മോദിയും വേണ്ട, അമിത്ഷായും വേണ്ട, യോഗിയും വേണ്ട, പിണറായി വിജയനും വേണ്ട, ആരും വേണ്ട. സർക്കാർ സംവിധാനം പൂർണ്ണ നിശ്ചലമാക്കാം. അള്ളാഹു ഒന്ന് ഭരിച്ചു കാണിക്കട്ടെ 10 ദിവസം. ഇവിടെയുള്ള ഓരോരുത്തരും കിടന്നിന് മണ്ണ് തിന്നും. അപ്പൊ ഈ വലിയ വീരവാദമൊക്കെ സർക്കാർ സംവിധാനങ്ങൾ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ്, നിയമവ്യവസ്ഥ നന്നായി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ സമാധാനമായിട്ട് കടന്നുറങ്ങുന്നതും ഭാര്യയെ പ്രാപിക്കുന്നതും അവളെ പ്രസവ യന്ത്രമായി ഉപയോഗിക്കുന്നതും. എന്നിട്ട് ഇത് അള്ളാഹു തന്നാന്ന് പറയുമ്പോൾ അത് തന്റെ കുഞ്ഞിനെ ആ മറ്റൊരു പിതൃത്വം ആരോപിക്കുന്നതിനേക്കാൾ മോശമാണ്. ഇതിൽ ഇപ്പൊ നടന്ന വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ക്രിമിനൽ ഗ്യാങ്, അതായത് അഖീക്ക എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കേട്ടല്ലോ. ഈ അഖീക്ക എന്ന് പറയുന്നത് കുഞ്ഞ് ജനിച്ച ശേഷം 7-ാം ദിവസം നടത്തുന്ന ഒരു സെലിബ്രേഷൻ ആണ് ഇവരുടെ ഇസ്ലാമിക സങ്കല്പത്തിൽ. അതിലൊന്നും തെറ്റില്ല. അത്തരം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഇതിങ്ങനെ, നിങ്ങൾ നമ്മുടെ നാട്ടിന്റെ വ്യവസ്ഥ അറിയാമല്ലോ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഹർത്താലിൽ ലഹള നടത്തിയ വിശ്വപ്രസിദ്ധമായ കുപ്രസിദ്ധമായ മുട്ടപ്പപ്സ് ലഹള SDPI നടത്തിയത്, കുപ്രസിദ്ധമായ മുട്ടപ്പപ്സ് ലഹള, ബേക്കറി ലഹള, ബേക്കറി കൊള്ളയടിച്ചത്, ആ ഒരു ബേക്കറി ഉടമയെ പീഡിപ്പിച്ചു വിട്ടിട്ട് അവിടുന്ന് ബേക്കറി സാധനങ്ങളൊക്കെ കട്ട് തിന്ന ഈ കാട്ടുപന്നി ആക്രമണം പോലെ നടത്തിയവരാണ് ഇവർ. അതൊക്കെ ഇവർ ആസൂത്രണം ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ്, ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെയും മറ്റുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങൾ നിരോധിക്കാനും നിയന്ത്രിക്കാനും സർക്കാർ സംവിധാനങ്ങൾ കഴിയേണ്ടതാണ്. ഇവിടെ വീട്ടിൽ പ്രസവിക്കുക എന്നൊക്കെ പറയുന്ന അതിന് ചില ആളുകളുണ്ട്. അതായത് ഇപ്പൊ തൽക്കാലം സൂഫിസം എന്നാണ് അവർ പറയുന്നത്. തൽക്കാലം മൃദു ഇസ്ലാം, അതായത് എല്ലാം കൊള്ളാം, ഭക്തി കൊള്ളാം, ഹിന്ദുക്കളതും കൊള്ളാം, ഞങ്ങളതും കൊള്ളാം, യുനാനി കൊള്ളാം, ആയുർവേദം കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൃദു ഇസ്ലാമിനെ അവതരിപ്പിക്കും മുഖംമൂടിയായിട്ട്. ഇവരെല്ലാം തന്നെയും ഒന്നാം തരം രാജ്യദ്രോഹികളാണ്. ഇവർ ചെയ്യുന്നത് ഇത്തരത്തിൽ പഠിച്ചിട്ടുള്ള MBBS കഴിഞ്ഞുള്ള ഡോക്ടേഴ്സിനെ പോലും സ്വാധീനിച്ച് കൊണ്ടുവന്നിട്ട് പ്രസവം വീട്ടിലാക്കുന്നതിന്റെ പ്രധാന കാരണം, അല്ലെങ്കിൽ ഒരേ ഒരു കാരണം, ഔറത്ത് മറ്റുള്ള പുരുഷന്മാരോ മറ്റു മതസ്ഥരായ സ്ത്രീകളോ കാണും എന്നുള്ളത് മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ള ക്രിമിനൽ ആയിട്ടുള്ള സിറാജുദ്ദീൻ എന്ന മതപണ്ഡിതന് ഒരു വയറ്റാട്ടി സ്ത്രീയെ നിർത്താൻ പറ്റാത്തത്? അപ്പോഴും അവിടെ വയറ്റാട്ടികളായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഹിന്ദു സ്ത്രീകളായിരിക്കും. ഹിന്ദു സ്ത്രീ അതാണ് ഹലാലാവൂല. അതായത് മതം തിന്നുക, മതം കുടിക്കുക, മതം ശ്വസിക്കുക, വായിലൂടെ മതം വിസർജിക്കുക, ഇതാണ് ഇവരുടെ പരിപാടി. അപ്പൊ ഈ ഒരു ടീമിനെ, ക്രിമിനൽ ഗ്യാങ്ങിനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ ഒരു സുപ്രഭാതത്തിൽ ഇവർ അട്ടിമറിക്കും. കാരണം അതിനുള്ള ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷന് വേണ്ടിയിട്ടാണ് ഓരോ കുഞ്ഞിനെയും അവർ ആസൂത്രിതമായി പ്രസവിപ്പിക്കുന്നത്. അത് കുഞ്ഞു മരിച്ചാൽ അവർക്ക് വേദനയില്ല. ഇത്രയും കാലം കൂടെ നിന്ന് ഉണ്ണാനും ഉടുക്കാനും കൊടുത്ത ഭാര്യയോട് ഒരു തരിമ്പ് സ്നേഹമില്ല. അപ്പൊ അത്രയ്ക്കും ക്രൂരന്മാരായ ഇവരെ, ഞാൻ പറയുന്നത് നിയമപരമായിട്ട് ഇവരെന്ന് വെച്ചാൽ ഹൂഎവർ ഇറ്റ് ഈസ്, ഞാൻ അടക്കമുള്ള ആരാണെങ്കിലും 2 കുട്ടികൾക്ക് അപ്പുറത്തേക്ക് ഒരു കുട്ടി ഉണ്ടാവുകയാണ്, അത് ക്രിസ്ത്യാനിയോ മുസ്ലിമോ യുക്തിവാദിയോ ഒന്നും ചിന്തിക്കരുത്, ആ പുരുഷനെ വന്ധ്യീകരിക്കണം. അല്ലെങ്കിൽ ഇവിടെ നോക്കൂ, തെരുവ് നായ്ക്കൾ പോലെ ലജ്ജിപ്പിക്കുന്ന രീതിയിലല്ലേ ഇവന്റെയൊക്കെ പ്രസവം നടത്തുന്നത്. അല്ല, തെരുവ് നായ്ക്കളെ പോലും തെരുവ് നായ്ക്കൾ പോലും ഇങ്ങനെ അപമാനിച്ച് പ്രസവിക്കുന്നില്ല. ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട ഒരു ഡിഗ്നിറ്റിയും കൊടുക്കാതെ അവരെ കൊന്നു കളഞ്ഞിട്ട് ഇവനൊന്നും ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കരുത് എന്ന് സർക്കാർ ഉറപ്പുവരുത്തണം. അതാണ് ഇവനൊക്കെ ക്രിമിനൽ ആയിട്ട് കാണുന്നത്.